വി.ഡി. സതീശൻ പറഞ്ഞ പോലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് വാഹനത്തിന്റെ മോഡിഫിക്കേഷൻ അലോട്ട് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ റോഡ് സേഫ്റ്റി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് ചിലപ്പോൾ ചെറുപ്പക്കാർക്കും വണ്ടി മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കണം. പക്ഷെ ഈ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ഇപ്പൊ കുറച്ചുകൂടി ലോവർ ചെയ്തെന്ന് വെച്ചു, വണ്ടിയുടെ പൊക്കമൊക്കെ കുറച്ച് എനിക്ക് മോഡിഫൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ലോവർ ചെയ്ത് മോഡിഫൈ ചെയ്യുന്ന വാഹനം എനിക്ക് നിരത്തിലിറക്കാൻ കഴിയണം. അല്ല അതിന്റെ ഞാൻ മോഡിഫൈ ചെയ്തുകൊണ്ട് വരുന്ന വഴിക്ക് അതിന്റെ ഫ്രണ്ട് ബമ്പർ ലിപ്പും എല്ലാം പൊട്ടിപ്പോയി അങ്ങനെ ഓടിക്കാൻ പറ്റും എനിക്ക്. അത് അപ്പൊ എത്ര രൂപയുടെ നഷ്ടമാണ് അത്? വെറുതെ കിട്ടത്തുമില്ലല്ലോ ഈ സാധനമൊന്നും. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് അപ്പൊ റോഡ് സേഫ്റ്റി കുറച്ചുകൂടെ മെച്ചപ്പെടണം. ഈ വാഹനം ഓടിച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് പോയി എവിടെയെങ്കിലും ലോറിയിലോ എല്ലാം പോയി ഇടിച്ച് ആക്സിഡന്റ് ആകുകയാണ്. അപ്പൊ ആ ആക്സിഡന്റുകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ള വാഹനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഓടിക്കാൻ, സ്പീഡ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ സ്പീഡ് റെഗുലേഷൻ കൊടുക്കണമെങ്കിൽ സ്പീഡ് റെഗുലേഷൻ കൊടുത്തേ പറ്റൂ. ആ രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. അല്ല മോഡിഫൈ ചെയ്ത വാഹനമേ ഓടിക്കൂ എന്നുള്ള വാശിയൊന്നും ചെറുപ്പക്കാർക്കൊന്നും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള തന്നെയല്ല, ആ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയത്തിൽ പെടുന്നതാണ്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് പിന്നെ എന്താ പറയാ, നാഷണൽ ഇത് പറയുന്ന പോലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് മാറ്റം വല്ലതും വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിന് ശേഷം മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ സത്യത്തിൽ പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സർക്കാരായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യം പോലെയുള്ള, വിദ്യാഭ്യാസം പോലെയുള്ള, യുവജനക്ഷേമം പോലെയുള്ള, പൊതുമരാമത്ത് പോലെയുള്ള, ടൂറിസം പോലെയുള്ള, കേരളത്തിന്റെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ടൂറിസവും ഐ.ടിയുമാണ്. അപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് എങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും ശേഷിയുള്ള കുറച്ചധികം മന്ത്രിമാരാകുകയും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ അല്ലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്കൊപ്പം ഈ രീതിയിലുള്ള പദ്ധതികൾ നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് കേരളത്തിൽ നിർത്താൻ കഴിയണം. ആ തരത്തിലുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിക്കുന്നതാവണം പുതിയ സർക്കാർ എന്നുള്ളൊരു പ്രത്യാശ കൂടി നമുക്കിവിടെ ഉന്നയിക്കാം.